ആനക്കൊട്ടിലേക്ക് സാധനം തോന്നി ആനക്കോട്. ആനക്കോട് എന്ന് പറഞ്ഞിട്ട് അണ്ണാ ആനയൊന്നും കാണുന്നില്ല ഇതിനകത്ത്. ആനയില്ലാത്ത ആനക്കോടോ? പല നമ്മുടെ ഇതേ പണ്ടത്തെ നമ്മുടെ കളിയിലൊക്കെ പണിയത്തില്ലേ, അങ്ങനെ കരുത്തിന് പണി ഇങ്ങനെ ആ സ്റ്റൈൽ സ്നേക്കുന്ന സിസ്റ്റം. ഇത് 4-5 ഇടാന്നുള്ള സെറ്റപ്പ് ഉണ്ടല്ലേ? ഇതിനകത്ത് ആൾക്കാരെ കാണാനില്ല. പിള്ളേരെ കൊണ്ടുവന്നായിരുന്നു അവർക്ക്. അത് മേലോട്ടുണ്ട്. അല്ലേ എന്തോ ഫോൺ നമ്പർ എങ്ങനെ? ഫോൺ നമ്പർ അങ്ങനെ എവിടേക്കുന്നു? മേളിലുണ്ട് ഇല്ലേ? ഒച്ചേട്ടന്മാരെല്ലാം മേളിലല്ലേ? അത് അവസാനം ഞാൻ കറങ്ങി വരുമ്പോൾ എടുക്കാം. അതെ, ഈ വയസ്സ് 22, മലയാറ്റൂർ ഡിവിഷൻ കോർണാട് റേഞ്ചിൽ നിന്ന് ഏറുമുഖത്ത് നിന്ന് 2003 കൊള്ളാം. പിടിയാനാണ്. പ്രിയദർശിനി വയസ്സ് 40, കോന്നി ഡിവിഷൻ മാറപ്പാറ റേഞ്ചിൽ നിന്നും അത് 92 ലഭിച്ചു. പിടിയാനയാ. തൂക്കമുണ്ടോ? വയസ്സ് 40. ഇപ്പോൾ വർഷാവർഷം മാറ്റിക്കൊണ്ടിരിക്കുക. അത് പിടിയാനായിട്ട്. അതും പിടിയാന്. ഈവ പേരിട്ടേക്കുന്നത്. ഈവാണ് അതിൻ്റെ പേര്. പിന്നെ പ്രിയദർശിനി മീന. ഇത് ആരെ പേരിടുന്ന? കോന്നി ഡിവിഷൻ മണ്ണാറപ്പാറ റേഞ്ചിൽ നിന്ന് 91 ലഭിച്ചു. മീന. പേരിനകത്ത ഒരു സുഖമില്ല അല്ലയോ? പേരിനകത്തൊരു സുഖമില്ലെന്നാണ്. ഏടാ കോന്നി അയ്യപ്പൻ. നീലകണ്ഠൻ വയസ്സ് 27 ഉള്ളു. പക്ഷെ അവൻ കൊള്ളാം കേട്ടോ ഇല്ലയോ? നീലകണ്ഠൻ വയസ്സ് 22. മലയാറ്റൂർ ഡിവിഷനിൽ നിന്ന് വട്ടപ്പാറ ഭാഗത്തേക്ക് നിന്ന് 96 കിട്ടി. പക്ഷെ അവൻ കൊള്ളാം അല്ലേ? നല്ല എടുപ്പുണ്ട്. അങ്ങനെ കാണാൻ തന്നെ ഒരു സ്റ്റൈലുണ്ട്. അത് അവനെ ആളെ ഒരു ഇല്ലേ, അവൻ ശകലം ഒന്ന് ഇടഞ്ഞു നിൽക്കുന്ന സമയമാണ് തോന്നുന്നത്. അത് അവനെ അങ്ങോട്ട് ആൾക്കാരെ കിടത്തിവിടെ കിട്ടുക. അതാ അവനെ ശകലം ഇടഞ്ഞു നിൽക്കുന്ന സമയം തോന്നുന്നത്. അങ്ങോട്ട് ആളെ കിടത്താൻ തോന്നുന്നു. കൃഷ്ണ വയസ്സ് 11, തിരുവനന്തപുരം ഡിവിഷൻ പരുത്തിപ്പള്ളി റേഞ്ചിൽ കൂട്ടപ്പാറയിൽ 2014. കൊള്ളാം. കുഞ്ഞുകളിയൊക്കെ ഉള്ള ടീമാണെന്ന് തോന്നുന്നില്ലേ? ഇല്ല എനിക്ക് കുഞ്ഞുകളിയൊക്കെ ഉള്ള ടീമാണെന്ന് തോന്നുന്നു. Come here,
ആ കൊള്ളാം. ഏ 2 വയസ്സുണ്ട്. കൊച്ചയ്യപ്പൻ വയസ്സ് 2, 19/8/2021. 2023 ആയില്ലേ? ലഭിക്കുമ്പോൾ ഡോക്ടർ കണക്കാക്കിയ ഏകദേശ പ്രായം 1. 3 വയസ്സായി. പക്ഷെ ഇവന് ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയില്ല ആ പ്രായത്തിന്. കൊച്ചുകുട്ടിയായിട്ട് നമുക്ക് കിട്ടിയ പിന്നെ അത്രയ്ക്കുള്ള ശാരീരിക വളർച്ചയില്ല. അത് ഒരുമാതിരി സാധാരണ 2 വയസ്സുള്ള ആനക്കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഇതായിരിക്കും. നമ്മൾ അതിൻ്റെ ഫോൺ നമ്പർ ഇവിടെ അവധി ഉണ്ടോ? തിങ്കളാഴ്ച ദിവസം അവധിയാണ്. ഉറക്കമാണേ കണ്ണൊക്കെ അടച്ചു വെച്ചോണ്ടിരിക്കുന്നത്. മക്കളെ കണ്ണു തുറന്ന് ഇങ്ങോട്ട് നോക്കിയേ ഐശ്വര്യമായിട്ട്. ഉറക്കമൊക്കെ രാത്രി ഉറങ്ങാം. ആന ഉറങ്ങത്തിന് 4 പറഞ്ഞു. 4 പറഞ്ഞു. ആന ഒരു ദിവസം 6 മണിക്കൂറുക്കുള്ള ഉറങ്ങും. കൊച്ചയ്യപ്പൻ 2 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ 2 വയസ്സിൻ്റെ ലുക്കില്ലേ ഇല്ലയോ? ഉറക്കമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. മൂവീസ് ബേസ്ഡ് ഓൺ എലിഫന്റ്. അത് ശരി. ഇവിടെ ചിത്രീകരിച്ചല്ല, ആനയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ ആനയെ ബേസാക്കി. ഇത് വേണമെങ്കിൽ ഇതൊരെണ്ണത്തെ മേടിച്ചാൽ വീട്ടിൽ കൊണ്ടുവരാം അല്ലേ? ഒറ്റത്തടി തീർത്താണ് ഓപ്പളം. ഐറ്റം പ്രത്യേക സാധനമാണ് തുളസീല. ഓരോ ടൈപ്പ് തുളസികൾ. പിള്ളേരെയും കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇല്ലണോ? പിള്ളേരെയും കൊണ്ടുവരാനേ അവർക്ക് രസമായിട്ട് തോന്നും. 3D തിയേറ്റർ, അതിന് പ്രത്യേകം പാസ്സാകുന്നു തന്നെ. അറിയില്ല, നോക്കാം. അതിന് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. കയറിയാലോ? എന്തുവാ അല്ല 3D അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് അറിയണ്ടേ? ആര് പറഞ്ഞു? അങ്ങനൊന്നുമില്ല. 3D നിർദ്ദേശമുണ്ട് ഇതിൽ. 10 മിനിറ്റ് ആയിരിക്കും എൻ്റർടൈൻമെൻറ്റ് വിഷ്വൽക്കൊപ്പം കോന്നി അടൽ ഇക്കോ ടൂറിസത്തിൽ കാഴ്ചകൾ 3D ദർശനം ഭക്ഷണപാനീയങ്ങൾ അനുയോജ്യമല്ല. അപ്പോൾ പിന്നെ ഒന്ന് കാണാം. എന്ത് വരും? 10 മിനിറ്റ് ആണല്ലോ കേട്ടോണോ? ഈ കൊള്ളാമല്ലേ? അവിടെ നിന്നിട്ട് കിടന്നോട്ടെ, രസമല്ലേ? കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക്. പിള്ളേരെ കൊണ്ടൊക്കെ വന്നാൽ നല്ല സ്റ്റൈലാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ മുതുകിളവന്മാർക്കൊക്കെ ഇതിനകത്ത് കയറിയിട്ട് എന്തോ സാധിക്കാനോ?
എലിഫൻ്റ് മ്യൂസിയം. അതൊന്ന് കണ്ടു നോക്കാം. ഇങ്ങോട്ട് നോക്കണം. സോറി കേട്ടോ. ഇത് കൊള്ളാല്ലേ, ആനയുടെ അസ്ഥികൂടം ഒക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും കാണാൻ പറ്റുന്നൊരവസരത്തിൽ. ഫോസിൽ കൊമ്പ് പക്ഷേ ഡ്യൂപ്ലിക്കേറ്റാണ് നോക്കിട്ടുണ്ട്. ശരി, തടിയല്ലത്, ആനയുടെ അസ്ഥികൂടമാണ് അത്. അല്ലല്ല, ആനയുടെ അസ്ഥികൂടം അത്. കൊമ്പ് മാത്രമേ ഉള്ളൂ. അല്ലെന്ന് ആന്ന് അല്ലല്ല, ആനയുടെ അസ്ഥികൂടം അത്. പൊട്ടാം ഫോസിലത്. ഫോസിൽ തന്നെയാണ്. കാരണം എഴുതിയേക്കുന്നുണ്ടല്ലോ. അതിനകത്തിലെ പല്ലിരിക്കുന്നുണ്ടല്ലേ. പക്ഷെ ഇത് ഇവനെ കൊള്ളാം അല്ലയോ. എന്തോ ആയാലും കൊള്ളാം, സൂപ്പറായി. നേവി റൂം, എലിഫന്റ് ഇൻ പോയിന്റ്സ്. അതൊക്കെ എടുത്തു.